ഇന്ന് രാവിലെ അനുമോൾ അഭിലാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എന്നെ ഇവിടെ എല്ലാവരും വന്നിട്ട് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഞാൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അഭിലാഷ് പറയുന്നത്, നീ അത് മൈൻഡ് ചെയ്യണ്ട. നീ ഇത്രയും ദിവസം നിന്നില്ലേ, ഇനി 2 ദിവസം കൂടിയല്ലേ ബാക്കിയുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടുത്തുന്ന പോലെയും എന്നെ കളിയാക്കുന്ന പോലെ തോന്നുന്നത് ബിൻസി, ശൈത്യ, അപ്പാനി, ആര്യൻ, പിന്നെ ജിസേലൊക്കെ ഇടയ്ക്ക് കുത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ക്യാരക്ടർ മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി പറഞ്ഞു, നീ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നീ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. ഇനി 2 ദിവസം കൂടി സഹിക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും സ്ട്രോങ് ആയി നിന്നില്ലേ എന്നൊക്കെ ലക്ഷ്മി അനുമോളുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത്, ഈ പോയി വന്നവരൊക്കെ ഏറ്റവും വലിയ മണ്ടന്മാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ വരുത്തി വെച്ച കാര്യം തന്നെയാണ്. അല്ലാതെ ഇവരുടെ പ്രവൃത്തി കൊണ്ട് ചെയ്ത കാര്യം തന്നെയാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഓൾറെഡി ഈ പ്രശ്നങ്ങൾ നടന്ന് ഇത്രയും ആയിട്ടുള്ളതാണ്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ നിൽക്കേണ്ട ആൾക്കാരാണ് വീണ്ടും മണ്ടത്തരം കാണിക്കുക, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് വീണ്ടും നെഗറ്റീവ് തന്നെ വരുള്ളൂ. അത് ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇപ്പോൾ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെറ്റ് മനസ്സിലാക്കിയിട്ട് അത് തിരുത്താണ് വേണ്ടത്. കാരണം ഇനി ഇവിടുന്ന് പോകുമ്പോൾ നല്ലൊരു ലൈഫ് വേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി പോകേണ്ടതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് വന്നിട്ട് ആര് വരെ പോയി. അപ്പോൾ അവർക്ക് മനസ്സിലാക്കേണ്ടത് ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതെന്ന്. അപ്പോൾ അത് നിർത്തേണ്ടതിന് പകരം അവർ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റ് സമയത്ത് പോലും അവരങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ ലക്ഷ്മിയും അതേപോലെ തന്നെ അഭിലാഷും പറയുന്നുണ്ട്. അഭിലാഷും അതേപോലെ തന്നെ ലക്ഷ്മി നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് അനുമോൾക്ക് കൊടുക്കുന്നത്. പിന്നെ പറയുന്നത്, അവർക്കൊരു കൗൺസിലിംഗ് ആവശ്യം ഉണ്ടായിരിക്കാം ചിലപ്പോൾ. കാരണം ഇവർ പുറത്തിറങ്ങിയപ്പോൾ ഇവർക്ക് അത്രയും പ്രശ്നം നേരിട്ടുണ്ടായിരിക്കും. പക്ഷേ അത് അവർ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യേണ്ടതാണ്. അവർ ഹാൻഡിൽ ചെയ്യുന്ന രീതി ശരിയല്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും വന്നിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നത്. അത് നല്ല രീതിയിലുള്ള കാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.